വർഷങ്ങളായി വിഷരഹിത പച്ചക്കറി കൃഷിയിൽ വിജയം കൊയ്യുകയാണ് പട്ടാമ്പി സ്വദേശി സക്കീർ ഹുസൈൻ. ജൈവ കൃഷി ലാഭകരമല്ലെന്ന് പറയുന്നവർക്കുള്ള മറുപടി കൂടിയാണ് സക്കീർ ഹുസൈന്റെ കൃഷിത്തോട്ടം. പുലർച്ചെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങും. രാത്രിയായാൽ കാട്ടുപന്നികളിൽ നിന്ന് കൃഷിയെ സംരക്ഷിക്കാൻ കാവലിരിക്കും. അങ്ങനെ കൃഷിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് പട്ടാമ്പി പരുവക്കടവ് സ്വദേശി സക്കീർ ഹുസൈന്റെ ജീവിതം മുന്നോട്ടു പോകുന്നത്. കൃഷി ലാഭകരമല്ലെന്ന് പറയുന്നവർക്ക് മറുപടിയും കൃഷിയിൽ താൽപര്യമുള്ളവർക്ക് പ്രോത്സാഹനവുമാണ് പെരുമുടിയൂരിൽ 6 ഏക്കറിലുള്ള സക്കീറിന്റെ കൃഷിത്തോട്ടം. സക്കീറിന്റെ നേതൃത്വത്തിലുള്ള കൈരളി സ്വയം സഹായ സംഘത്തിന്റെ കൃഷിയിൽ പച്ചക്കറികൾക്ക് പുറമെ നാടനും വിദേശ ഇനങ്ങളുമായ പഴവർഗ്ഗങ്ങളും വിളയുന്നുണ്ട്. ജൈവ രീതിയിലുള്ള കൃഷിയായതിനാൽ പ്രദേശവാസികളും കച്ചവടക്കാരും രാവിലെ മുതൽ പച്ചക്കറി വാങ്ങാനെത്തും. കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടിലും നല്ല തിരക്കാണ്. ജൈവ പച്ചക്കറിക്ക് ആവശ്യക്കാർ കൂടുതലുണ്ടോന്നോ, കൂടുതലും ആളുകൾ നമ്മളടുത്ത് ഇല്ലാത്തതേ പുറത്തുനിന്ന് വാങ്ങണുള്ളൂ. നമ്മളറിയുന്ന ആളുകൾ നമ്മളടുത്ത് ഇല്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഉള്ളി, വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ അതൊക്കെ പുറത്തുനിന്ന് വാങ്ങുള്ളൂ. അടുത്ത പ്രാവശ്യം അതും കൂടി ആഡ് ചെയ്യണം വെച്ചിട്ടാണ് ഉള്ളിയും വെളുത്തുള്ളിയും. അതുപോലെ തന്നെ ക്യാരറ്റ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു, പ്രാവശ്യം ചെയ്തിട്ടില്ല. ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ, വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശം. നിലവിൽ 100 കിലോ ഉൽപ്പന്നങ്ങൾ പ്രതിദിനം വിൽപ്പന നടത്തുന്നുണ്ട്. മത്തൻ, കുമ്പളം എന്നിവയുടെ വിളവെടുപ്പ് ആരംഭിച്ചാൽ വിൽപ്പന പ്രതിദിനം 250 കിലോയായി ഉയരും. വേനൽ ചൂട് തണ്ണിമത്തൻ കൃഷിക്ക് ചെറിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും തണ്ണിമത്തൻ വിളവെടുക്കലും വിൽപ്പനയും വേഗത്തിലായിരുന്നു. ചൂട് കൂടുന്നത് ഇപ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. തണ്ണിമത്തൻ പൊട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൊട്ടുവെള്ളരി ഇങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ദിവസം പൊട്ടുവെള്ളരി കാരണം സാധാരണ രീതിയിൽ പൊട്ടിയിട്ട് തന്നെയാണ് കഴിക്കുക. പക്ഷെ ഇത് പൊട്ടൽ കാരണം അപാര പൊട്ടല. അന്ന് പോയി 10-30 അന്ന് പൊട്ടിയെന്നാണ് പറഞ്ഞത്. പൊട്ടുവെള്ളരി വലിയ ബുദ്ധിമുട്ടാണ് ചൂടിന്. ദീർഘകാലം പ്രവാസിയായിരുന്ന സക്കീർ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി 2020 ഏപ്രിലിലാണ് തരിശുകിടന്ന ഭൂമിയിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. പച്ചക്കറിക്ക് പുറമെ ഓണവിപണി ലക്ഷ്യമിട്ട് 60 സെന്റിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയും ആദായകരമായിരുന്നെന്ന് സക്കീർ പറയുന്നു. കാട്ടുപന്നി ശല്യം കൃഷിക്ക് പ്രയാസമാകുന്നുണ്ട്. 4 ഭാഗവും കമ്പിവേലി കെട്ടിയിട്ടുണ്ടെങ്കിലും രാത്രിയിൽ കാവലിരിക്കും. വരും നാളുകളിൽ ഇടവേളകളില്ലാതെ വ്യത്യസ്ത ഇനങ്ങൾ കൃഷി ചെയ്യുവാനുള്ള ഒരുക്കത്തിലാണ് സക്കീർ ഹുസൈൻ. ന്യൂസ് മലയാളം, പാലക്കാട്.